സായകാമ ഭഗവാന്റെ ഒരു പേരാണ്. അതായത് എന്താണോ ഈ ഒരു ഭക്തിഭാവത്തോടു കൂടി ഭഗവാനുമായിട്ട് റിലേറ്റ് ചെയ്ത് ആരെന്ത് ആഗ്രഹിച്ചാലും ഭഗവാൻ അത് സാധിച്ചു കൊടുത്തു. അതുകൊണ്ട് ഭഗവാന് സായകാമ എന്നൊരു പേരുണ്ട്. അതുപോലെ ഭഗവാൻ എന്ന് പറഞ്ഞ സത്യസങ്കല്പമാണ്. സത്യസങ്കല്പം എന്ന് പറഞ്ഞാൽ എന്താണോ നമ്മൾ ഭഗവാനായിട്ട് റിലേറ്റ് ചെയ്ത ഒരു കാര്യം, അത് ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ, അത് പ്യൂരിറ്റി ഉള്ളതാണെങ്കിൽ, അത് ഡിവൈനിറ്റി ഉള്ളതാണെങ്കിൽ ആ സങ്കല്പം സത്യമായി വരും. ഭഗവാനുമായിട്ട് റിലേറ്റ് ചെയ്തതോ അല്ലെങ്കിൽ ഭഗവാനെ മുൻനിർത്തിയിട്ടോ ഉള്ളതായിട്ടുള്ള നിങ്ങളുടെ എന്ത് സങ്കല്പം അത് സത്യമായി വരും. അതാണ് സത്യസങ്കല്പനും സായകാമനുമാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ആഗ്രഹങ്ങളൊക്കെ ഭഗവാൻ സാധിപ്പിച്ചു കൊടുത്തു. അത് നിങ്ങൾക്ക് അങ്ങോട്ടുള്ള ഭാഗവതത്തില് ഗോപികമാർ എന്താണോ ആഗ്രഹിച്ചത് ഒക്കെ ഭഗവാൻ സാധിപ്പിച്ചു കൊടുത്തു. അപ്പൊ അതാണ് അങ്ങനെയുള്ള ഭഗവാനെ അവിടെയുള്ള ആ മാധുര്യ പ്രേമ ഭക്തി എന്ന് വെച്ചാല് ഒരു റീസൺ അല്ല. ഭഗവാന് ഭംഗിയുള്ളത് കൊണ്ട് ഗോപികമാരെ സ്നേഹിച്ചു എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. ഭംഗി ഇല്ലെങ്കിലും അപ്പൊ ഒരു റീസൺ ഉണ്ടെങ്കിൽ, ഒരു പ്രേമിക്കാൻ ഒരു റീസൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രേമല്ല, അത് ഉത്തമ പ്രേമല്ല. അപ്പൊ സൗന്ദര്യം കൊണ്ട് പ്രേമിക്കുക, കഴിവ് കൊണ്ട് പ്രേമിക്കുക, അല്ലെങ്കിൽ ഒരു വെൽത്ത്, ഭയങ്കര ധനം കൊണ്ട് പ്രേമിക്കുക, ധനം ഉള്ളതുകൊണ്ട് പ്രേമിക്കുക, ഇതൊന്നും ഉത്തമ പ്രേമല്ല. ഇതെല്ലാം ഈ സംഭവം ഇല്ലാണ്ടാകുമ്പോ ഈ പ്രേമവും തീരും. എന്നാൽ അത് ഇല്ലാണ്ട് ആകുമ്പോഴും അത് കാണുന്നില്ല, അത് നമുക്ക് കിട്ടിയിട്ടില്ല, അത് നമ്മള് അറിഞ്ഞിട്ടില്ല, എന്നാലും പ്രേമം ഉണ്ടെങ്കിൽ അതാണ് പ്രേമം. ഇനി നമ്മളെ പ്രേമിക്കുന്ന ആള്, ഇപ്പൊ കൃഷ്ണൻ തന്നെ ഗോപികമാരെ എന്തുമാത്രം വിഷമിപ്പിക്കും, കരയിപ്പിക്കും, ടോർച്ചർ ചെയ്യും. ഭഗവാൻ നമ്മുടെ ആഗ്രഹമൊന്നും പെട്ടെന്ന് നമുക്ക് സാധിച്ചിട്ടില്ല. ഭഗവാൻ ഒരുപാട് നമ്മളെ പരീക്ഷിച്ചിട്ട് ഭഗവാൻ നമ്മളെ ഭക്തരായിട്ട് തന്നെ ഏറ്റെടുക്കുള്ളൂ. അപ്പൊ പാതി വഴിയിൽ വെച്ച് കൃഷ്ണനും ഇല്ല, രാമനും ഇല്ല, എന്ത് കൃഷ്ണൻ ഇങ്ങനെയുള്ള ആളെയാണോ പൂജിക്കണെന്ന് പറഞ്ഞ് പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയാൽ അത് പ്രേമല്ല, അത് അർത്ഥകാമനകൾക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു ഭോഗിയാണ്. അത് നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള ഉപാധിയായിട്ട് മാത്രം ഭഗവാനെ കാണുന്നു. അവിടെ ഭഗവാനോട് പോലും ഒരു ആത്മാർത്ഥമായിട്ടുള്ള പ്രേമമില്ല, സ്നേഹമില്ല. അപ്പൊ ആദ്യം ഈശ്വരനെ സ്നേഹിക്കണം. അതിന് നമുക്ക് ഒരു ഗുരു വേണം. ആ ഗുരുവിലൂടെയാണ് നമ്മൾ ഭഗവാനെ, ചിലപ്പോ ഒരു ഗുരുവിന്റെ ഒരു സാന്നിധ്യം ഉണ്ടാവും നമ്മുടെ ജീവിതത്തില്. ആ ഗുരുവിലൂടെ നമ്മൾ ഭഗവാനെ സ്നേഹിക്കാൻ പഠിക്കും. പിന്നെ ആ ഗുരുവിന്റെ ആവശ്യമില്ല, ആ ഗുരു അനുഗ്രഹം മുഴുവനും തന്നു. പിന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഭഗവാനുമായിട്ട് നിങ്ങൾക്ക് സ്നേഹിക്കാം. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗുരു വേണ്ട, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പൂർവ്വജന്മ സുഹൃതം കാരണം നിങ്ങൾക്ക് ഭഗവാനുള്ള സ്നേഹം ആ ജന്മവാസനയായിട്ട് വരും. ആ പ്രേമം, ആ നിഷ്കാമമായിട്ടുള്ള ഭക്തി വരും. ആ ഭക്തിഭാവം ഉണ്ടാവാന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ആ ഭക്തി നമ്മുടെ ജന്മവാസനയായിട്ട് കിട്ടുന്ന പറയുമ്പോ നമ്മുടെ പരമഗുരു എന്ന് പറയുന്നതും നമ്മുടെ ഈശ്വരനും ഒന്നാണ്. അതുകൊണ്ടാണ് നമുക്ക് ആ ഭക്തി കിട്ടുന്നത്. അത് ആരുടെയും സഹായം ഇല്ലാതെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കത് ഇൻബോൺ ആയിട്ടുള്ളതാണ് ആ ഭക്തി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇവിടെ ഗോപികമാർക്ക് ഇൻബോൺ ആണ് ഭക്തി. ഇവിടെ ഗോപികമാർക്ക് ഒരു ഗുരു ഇല്ല. ഭഗവാന് കണ്ടും ഭഗവാനുമായിട്ടുള്ള ഇടപഴകിയും ഭഗവാന്റെ ലീലകൾ ആസ്വദിച്ചുള്ള ഭാഗ്യമുണ്ട്. ഇവിടെ ജന്മജന്മാന്തരങ്ങളായിട്ട് അവര് യോഗിമാരായിട്ട് ഋഷിവര്യന്മാരായിട്ട് തപസ് ചെയ്തതിന്റെ പുണ്യം കൊണ്ടാണ് അവർക്ക് ഗോപികമാരായിട്ട് ജനിക്കാൻ കഴിഞ്ഞത്. ഞാൻ കഥ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഗോപികമാർക്ക് ആ കാമദേവൻ അനുഗ്രഹം കൊടുത്തു. ഭഗവാനോട് മാധുര്യ പ്രേമ ഭക്തി, അത് ഉത്തമ പ്രേമത്തില് അനുരാഗം, ഡീപ് ലവില് ഉത്തമ പ്രേമ ഭക്തി കൊടുത്തത് മൂലം അവര് എല്ലാ മറ്റു പ്രവർത്തികളിലും അലസരായി എന്ന് പറയുമ്പോ ഇവിടെ നിങ്ങൾ വിചാരിക്കരുത് അവർ ഒരു പണിയും ചെയ്യണില്ല, എപ്പോഴും കൃഷ്ണനെ വിചാരിച്ചോണ്ടിരിക്കുക. അവരുടെ എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നുണ്ട് അവര് പോലും അറിയാതെ. അതാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയണത്, എല്ലാം മറന്നിട്ട് എന്നെ മാത്രം വിചാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഭക്തന് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊള്ളാം. കാരണം ഈ ഗോപികമാര് അറിയണില്ല, ഗോപികമാര് സദാ കൃഷ്ണനാണ്. പക്ഷേ ഗോപികമാർക്ക് ചുറ്റുപാടുള്ളവരെ മുഴുവനും ഭഗവാൻ അവരുടെ എല്ലാ കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അവരെല്ലാം അപ്പൊ ചുറ്റുപാടുകൾ മാറുന്നത് ഗോപികമാരെ അറിയുന്നില്ല. ഗോപികമാർ ഭഗവാനിൽ ലയിച്ചിരിക്കുകയാണ്. പക്ഷെ ചുറ്റുപാടുകളിൽ മുഴുവനും ആനന്ദം നിറയ്ക്കുന്നു, അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുന്നുണ്ട്, അവരുടെ എല്ലാവർക്കും സന്തോഷവും സമാധാനവും കിട്ടുന്നുണ്ട്. എല്ലാം ഈ ഗോപികമാരുടെ ഭക്തി കൊണ്ടാണ് സംഭവിക്കുന്നത്. കാരണം ഭഗവാൻ നടത്തി കൊടുക്കുകയാണ്. ആ ഗോപികമാർക്ക് ഒരു പ്രയാസം ഉണ്ടാവാൻ പാടില്ല. എന്നെ മാത്രം ധ്യാനിച്ചിരിക്കുന്ന ഗോപികമാർക്ക് യാതൊരു പ്രയാസം ഉണ്ടാവാൻ പാടില്ല. ബാക്കി എല്ലാം ഭഗവാൻ നോക്കാണ്. അപ്പൊ അങ്ങനെ രാഗസ്താവജ്ജായതേ ഹി സ്വഭാവാ മോക്ഷോപായോ യത്നതഃ സ്യാനവാ സ്യാത് താസാം ത്വേകം തദ്വയം ലബ്ധമാസീദ ഭാഗ്യം ഭാഗ്യം പാഹി മാം മാരുതേശ. ഭാഗ്യം ഭാഗ്യം പാഹി മാം മാരുതേശ. എന്തൊരു ഭാഗ്യാണ്.
എന്ന് പറയാണ് മേൽപ്പത്തൂരോട് പറയണ. എന്തൊരു ഭാഗ്യം ഗോപികമാർക്ക്. ഈ അനുരാഗം എന്ന് പറയുന്നത്, ഈ പ്രേമം, ഉത്തമ പ്രേമം ഒരു ജീവിതത്തിൽ, ഒരു ജന്മത്തില് എല്ലാവർക്കും കിട്ടൂല. ഇങ്ങനെ ഒരു സ്നേഹം, ഇങ്ങനെ ഒരു പ്രേമം ആർക്കും അനുഭവിക്കാൻ പറ്റൂല. ബ്രഹ്മാവിനും മഹാദേവനും പോലും ഈ പ്രേമം കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഗോപികമാർക്ക് ഭഗവാനോടുള്ള സ്നേഹവും ഗോപികമാരോടുള്ള സ്നേഹം അത് കിട്ടുക എന്ന് പറയുന്നത് മഹാഭാഗ്യാണ്. മാധുര്യ പ്രേമ ഭക്തി കിട്ടുക എന്ന് പറയുന്നത് മഹാഭാഗ്യം. അതിന് രാധാറാണിയുടെ കൂടെ അനുഗ്രഹം വേണം. ഈ ഗോപികമാരെല്ലാം രാധാറാണിയെ സ്നേഹിക്കുകയും പൂജിക്കുകയും ചെയ്തുകൊണ്ട് രാധാറാണി തന്നെ എല്ലാവർക്കും ആ ഭക്തിഭാവം കൊടുത്തു. അപ്പോ ആ ഒരു ഭക്തിഭാവം കിട്ടി, എന്തൊരു ഭാഗ്യം. അപ്പൊ അനുരാഗം എന്ന് പറയുന്നത് സ്വതസിദ്ധമായിട്ടുണ്ടാവും. ആരെ വേണമെങ്കിലും നമുക്ക് പ്രേമം ആരോടും തോന്നാം. പ്രേമം എന്ന് പറയുന്നത് ആരോടും തോന്നാം, പലരോടും തോന്നും പ്രേമം. പക്ഷെ അനുരാഗം എന്ന് പറയുന്നത് ഒരു ജന്മത്തിൽ ഒരു ആളോട് മാത്രമേ ഒന്നിനോട് മാത്രമേ നമുക്ക് തോന്നുള്ളൂ. അത് ജീവിത അവസാനം വരെ നിലനിൽക്കണമാണ് ആ അനുരാഗം എന്ന് പറയുന്നത്. അത് അചഞ്ചലമായ സ്നേഹമാണ്. അത് ഫ്ലക്ച്വേറ്റ് ചെയ്യില്ല. അത് റീസൺ ഇല്ലാത്തതാണ്. അത് നിസ്വാർത്ഥമാണ്. അത് ആ സ്നേഹിക്കുന്ന ആളുടെ ഹാപ്പിനെസ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ്. അവരിൽ നിന്ന് എന്ത് പ്രയാസം ഉണ്ടായാലും, എന്ത് ഉണ്ടായാലും അത് ഫ്ലക്ച്വേറ്റ് ചെയ്യാതെ മൂവ് ഓൺ ചെയ്യുന്നതാണ് ആ പ്രേമം. അതാണ് ഭക്തി എന്ന് പറയുന്നത്. അതാണ് ഭഗവാനോട് നമുക്ക് വേണ്ട സ്നേഹം എന്ന് പറയുന്നത്. അത് ഈശ്വരനോട് മാത്രമേ നമുക്ക് തോന്നുകയുള്ളൂ. ഈശ്വരന്